എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ഇത് യുകെയുടെ പ്രിയപ്പെട്ട റേഡിയോലയമാണ്. ഹൃദയപൂർവ്വമായി കൂടെയുള്ളത് ഞാൻ RJ ജൂലി ഗണപതി. ഇന്ന് നമ്മൾ പോകുന്നത് ആ പഴയ റേഡിയോ ഇല്ലേ, ആ റേഡിയോയുടെ സുവർണ കാലത്തിലേക്കാണ്. റേഡിയോ സംഗീതത്തിന്റെ ആ അത്ഭുത കാലത്തിലേക്ക്. തരംഗങ്ങളിലൂടെ ശബ്ദം യാത്ര ചെയ്യുന്നത് കണ്ടിട്ട് ജനങ്ങൾക്ക് ആദ്യമായി അത്ഭുതം തോന്നിയ കാലം. ഇപ്പോഴും 60ലെയും 70ലെയും ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ കാലത്തിലേക്ക് ഓടിപ്പോകുമല്ലേ. മിന്നാമിനുങ്ങ് പറക്കുന്ന രാത്രികളും കായൽക്കാറ്റിന്റെ കുളിരും നമ്മളിൽ നിറയും. പ്രണയവും വിരഹവും വേദനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വരികളുടെ മൃദുലമായ സ്വരങ്ങൾ കേൾക്കുന്നവരെ ഒരു കഥ പോലെ സ്വപ്നങ്ങളിലേക്കും ഓർമ്മകളിലേക്കും കൊണ്ടുപോകും. ഓരോ പാട്ടുകൾക്കിടയിൽ വരുന്ന ചെറുകഥനങ്ങൾ, ആശയവിനിമയങ്ങൾ അതൊരു കാലഘട്ടത്തിന്റെ ഭാവനയായിരുന്നു. റേഡിയോയിലൂടെ ഒഴുകിയെത്തുന്ന ഓരോ പാട്ടും അന്ന് ആളുകൾ കേട്ടിരുന്ന വെറും രാഗമായിരുന്നില്ല, അതൊരു അനുഭവമായിരുന്നു, ഒരു സ്പന്ദനമായിരുന്നു, ഓരോ ജീവിതത്തിന്റെയും താളമായിരുന്നു. നമ്മളെ എപ്പോഴും നൊസ്റ്റാൾജിയയുടെ മൃദുലമായ തിരകളിൽ മുക്കുന്ന ഒരു മായാജാലമാണ് റേഡിയോ സംഗീതം. 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോയ ശാസ്ത്രചിന്തകളുടെ സ്പർശനത്തിൽ ഉണർന്ന ഒരു സാങ്കല്പിക സാധനമായിരുന്നു റേഡിയോ. അങ്ങനെ അദൃശ്യ തന്തുക്കളിലൂടെ ശബ്ദത്തെ കടത്തിവിട്ടപ്പോൾ അങ്ങ് ദൂരെ ദേശങ്ങളിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങി. അറ്റ്ലാന്റിക് സമുദ്രം കടന്നു വന്ന ആദ്യത്തെ വയർലെസ് സിഗ്നലിനെ ഒരു യുഗത്തിന്റെ മുഴക്കമെന്ന് രേഖപ്പെടുത്തി. വീട്ടിലിരുന്ന് ലോകത്തിലെ ശബ്ദം കേൾക്കാനുള്ള ആ മാന്ത്രിക പേടകം അവിടെ തുറന്നു. സംഗീതവും സാഹിത്യവും വായുവിലെഴുതിയ കവിതകളായി മലയാളികളുടെ ചെവിയിലേക്ക് ഒഴുകിയിറങ്ങി. റേഡിയോ ശൂന്യതകളിൽ മുഴങ്ങുന്ന ഒരു സംഗീതമായി. അങ്ങനെ റേഡിയോ സംഗീതം സാധാരണ ജനങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി. വീട്ടിലും തെരുവുകളിലും അവനിങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. നക്ഷത്രങ്ങൾ വീണുറങ്ങുന്ന ആമ്പൽക്കുളങ്ങളിലും ആറ്റുവഞ്ചിയിലും ഗ്രാമചന്തകളിലും കവലകളിലുമൊക്കെ ഒരു പുതിയ നാദം ഒഴുകിപ്പരന്നു. നിശബ്ദമായ രാത്രികളിൽ വീടിന്റെ നടുവിൽ വെച്ചിരിക്കുന്ന റേഡിയോ എല്ലാവരുടെയും കൂട്ടുകാരനായിരുന്നു. ചന്ദ്രപ്രകാശം പരന്നൊഴുകുന്ന ആകാശത്തോട് സംവദിക്കുന്ന രാപ്പാടികളെ പോലെ ഓരോ തരംഗവും ഓരോ ശബ്ദവും നാടാകെ ചിറകടിച്ചു. ആ ഒരു യുഗം. റേഡിയോ എന്ന ഒരു കുഞ്ഞൻപെട്ടിയുടെ അരികിൽ അത്ഭുതത്തോടും ആഹ്ലാദത്തോടും കൂടി ആളുകൾ ഒത്തുചേർന്ന കാലം. അന്ന് വരെ മഴയുടെ താളവും കിളികളുടെ കൂവലും കുറുകലും കേട്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്തിരുന്ന മനുഷ്യർ ഗ്രാമത്തിന്റെ ഏതെങ്കിലും കോണിൽ നിന്നും മെല്ലെ എത്തുന്ന പാട്ടുകൾക്കായി കാതോർത്തു. ശബ്ദം കൊണ്ട് മാത്രം ഹൃദയങ്ങളെ ബന്ധിപ്പിച്ച കാലം. മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറങ്ങൾ ചാലിച്ചു തുടങ്ങിയ കാലം. പാട്ടുകൾ, കഥകൾ, കവിതകൾ, ഇതിനായുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ, രാത്രികാലങ്ങളിൽ. ആ കാത്തിരിപ്പിന്റെ ഒരു സുഖം പുതിയ തലമുറയ്ക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റാത്തതാണ്. ഓരോ മനുഷ്യന്റെ സന്തോഷത്തിന്റെ, സ്വപ്നത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ തേടിയുള്ള മനസ്സിന്റെ ഒരു പ്രയാണം. ലോകത്തിന്റെ മുഴുവൻ ശബ്ദവും മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ഉണർവായി. റേഡിയോയുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ ഒന്നിച്ചുകൂടാൻ തുടങ്ങി. ലോകത്തെ ഒന്നിച്ചു കേട്ടു, ഒരുമിച്ച് ആസ്വദിച്ചു. റേഡിയോ ഒരു സാമൂഹിക ബന്ധത്തിന്റെ ഭാഷയായി മാറി. ആ ശബ്ദ സാന്നിധ്യം മനുഷ്യനെ തമ്മിൽ ഒരു ചങ്ങലക്കണ്ണി പോലെ കോർത്തു നിർത്തി. വയലുകളുടെ പച്ചനിറത്തിലും കന്നുകാലികളുടെ കരച്ചിലും മണിയൊച്ചകൾക്കുമിടയിൽ ഗ്രാമീണ ജീവിതത്തിന്റെ ഏകാന്ത സുന്ദര നിമിഷങ്ങളിലേക്ക് റേഡിയോ സംഗീതം പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഗ്രാമപക്ഷികൾ ചേക്കേറുന്ന കാട്ടിലഞ്ചിയുടെ പൂക്കൾ പോലെ ഓരോ ഈണവും ജനപദങ്ങളിലേക്ക് പാറി വീണു. ആകാശവാണിയിലെ സംഗീതവും നാടകവുമൊക്കെ സാധാരണ മനുഷ്യന്റെ നാഴികമണിയായി. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷകർക്കും തൊഴിലാളികൾക്കും ഊർജം നിറയ്ക്കുന്ന താളമായി മാറി ഓരോ പാട്ടും. നാട്ടിലെ വലിയവരും ചെറിയവരും ഒരേ വികാരത്തിന്റെ സംഗീതമായി. റേഡിയോ കേൾക്കുന്നവർ ലോകത്തെ അറിയാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി, സംവദിക്കാൻ തുടങ്ങി. അന്ന് അറിവിന്റെ ഒരു ജനാലയായിരുന്നു റേഡിയോ. സാധാരണ മനുഷ്യന് തന്റെ കൃഷിയിടത്തിനും ചെറിയ കവലയ്ക്കും അപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് ധാരണയുണ്ടായി. അറിവും ബോധവും നാട്ടുവഴികൾ വിട്ട് ചിന്തിച്ചു തുടങ്ങി. അന്നൊക്കെ ഗ്രാമത്തിൽ ദൂരെ എവിടെയെങ്കിലും ഒരു റേഡിയോ പാടിയാൽ മതി, ഗ്രാമം മുഴുവൻ സ്വപ്നതുല്യമാകുമായിരുന്നു. നെഞ്ചിലേക്ക് വീശിയടിക്കുന്ന ഒരു പനിനീർ കാറ്റ് പോലെ മനുഷ്യനെ നിർമ്മലമാക്കുമായിരുന്നു. ഒരു കരയിലേക്ക് അടുക്കുന്ന വഞ്ചി പോലെ റേഡിയോ സംഗീതം ഒരുപോലെ ആളുകളെ സ്വാധീനിച്ചു. ഒരുമിച്ചിരിക്കാനും ഒരുപോലെ ചിന്തിക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും പ്രേരണയായി. റേഡിയോ കാലഘട്ടം ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന്റെ കാലമായിരുന്നു. സംഗീത പരിപാടികൾക്കൊപ്പം സാമൂഹിക സന്ദേശങ്ങളും ഒരുപോലെ ജനങ്ങളിലേക്കെത്തി. കരിമ്പ് പൂത്ത് കിടക്കുന്ന പാടങ്ങൾക്ക് നടുവിലൂടെ തണുപ്പ് പകർന്നൊഴുകുന്ന ഒരു കുഞ്ഞു നദി പോലെ റേഡിയോ സംഗീതം മനുഷ്യ മനസ്സുകളിൽ ഇടതിടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അന്നൊക്കെ ചലച്ചിത്രഗാനങ്ങളുടെ ഒരു പാട്ടുബുക്ക് കിട്ടുമായിരുന്നു. റേഡിയോയിൽ പാട്ട് തുടങ്ങുമ്പോൾ ഈ പാട്ടുബുക്ക് നോക്കി കൂടെ പാടുന്നത് പലരുടെയും ഒരു സന്തോഷമായിരുന്നു.
പ്രണയവും വിരഹവും നിറഞ്ഞ പാട്ടുകൾ രാക്കാറ്റിന്റെ ചൂളമടി പോലെ ഉറക്കത്തിൽ മൂളി നടന്നു. പലതും ആകാശം കാണാത്ത കിളികളുടെ വേദന പോലെ കണ്ണീരായി തുളുമ്പി. പലർക്കും ഈ പാട്ടുകളൊക്കെ അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളുടെ തിളങ്ങുന്ന ചെറു കനലുകളായിരുന്നു. അത് പ്രതീക്ഷയുടെ വെളിച്ചം കത്തുന്ന വെയിൽ പോലെ പടർന്നു. പാട്ടുകൾ ചിലരുടെയൊക്കെ സ്വഭാവം തന്നെ മാറ്റി. മിണ്ടാൻ പോലും മടിയുണ്ടായിരുന്നവർ പാടാൻ തുടങ്ങി. പാടാൻ വരുമ്പോൾ തൊന്നിച്ചിരുന്ന് താളം പിടിച്ചു. റേഡിയോ സംഗീതം മനുഷ്യർക്കിടയിലെ അകലം കുറച്ച് ഒരുമിച്ചിരുന്ന് പുതിയ വരികൾ തീർക്കാൻ തുടങ്ങി. മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ വലിയൊരു ആകാശം തുറന്നുകൊടുത്തത് സംഗീതവും സാഹിത്യവുമാണ്. ശബ്ദം വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ഇറങ്ങി. അടുക്കളയിലും കളിസ്ഥലത്തും ആൽമരച്ചുവട്ടിലും അതിങ്ങനെ ചുറ്റിത്തിരിഞ്ഞു. വിരിഞ്ഞു വരുന്ന ഒരു പൂവിന്റെ സുഗന്ധം പോലെയാണ് പ്രഭാതങ്ങളിൽ റേഡിയോ പാടി തുടങ്ങുന്നത്. ഗ്രാമവും ചെമ്പനീർ പൂവ് പോലെ മണം പരത്തി തുടങ്ങും. 100 കിനാവുകളുമായി മനുഷ്യനും കിളികളും ജോലി തുടങ്ങുന്നത് ഈ താളത്തിനൊത്താണ്. ഓരോ ഈണവും കാതിലൂടെ ആയിരുന്നില്ല, ഹൃദയം കൊണ്ടായിരുന്നു എല്ലാവരും കേട്ടിരുന്നത്. അതുകൊണ്ടാണ് അത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പതിഞ്ഞത്. ഒരേ പാട്ട് ഒരേ സമയത്ത് പലയിടങ്ങളിൽ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ താളമായി മാറുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരുന്നു. എല്ലാ മാധ്യമവും അങ്ങനെ തന്നെയാണല്ലേ. പുതുതായി ഉണ്ടാകുമ്പോൾ അതൊരു ജനതയുടെ ആവേശമായി മാറും. റേഡിയോ കാലഘട്ടം ഒരു പൊതു അനുഭവത്തിന്റെയും സാമൂഹിക ഏകീകരണത്തിന്റെയും യുഗമായിരുന്നു. ഒരു പാട്ടിന്റെ ഒരു വരിയിലൂടെ പലരിലും പല കാഴ്ചകളാണ് പിറക്കുന്നത്. ഒരാൾക്ക് പ്രണയവും മറ്റൊരാൾക്ക് പ്രാർത്ഥനയും സ്വാതന്ത്ര്യവുമാകുന്നു. വരികൾ ചിന്തകളായി മാറി, പിന്നത് ചോദ്യവും ജീവിതവുമായി മാറി. നമ്മൾ ഒരിക്കലും കാണാത്തവരുടെ ശബ്ദത്തിലൂടെ നമ്മൾ നമ്മളെ കണ്ടു, നമ്മുടെ സ്വപ്നങ്ങളെ അറിഞ്ഞു. പ്രണയം തുറന്നു പറയാൻ പേടിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ റേഡിയോ സംഗീതം പ്രണയിതാക്കളിൽ കുളിര് നിറച്ചിരുന്നു. രാത്രികാലങ്ങളിൽ നേർത്തു നിറയുന്ന സംഗീതം കേട്ട് നിലാവ് പൂത്ത ആകാശം നോക്കി കിടക്കാത്തവർ കാണില്ല. റേഡിയോ ഒരു പ്രണയദൂതനായിരുന്നു. പറയാതെ പറഞ്ഞ ഇഷ്ടങ്ങൾ സൂര്യാസ്തമനം പോലെ ചുമന്നപ്പോൾ റേഡിയോ ഗാനങ്ങൾ പ്രണയത്തിന്റെ സാക്ഷിയായി മാറിയിരുന്നു. അന്നൊക്കെ പാട്ടുകൾ മനസ്സു പേറിയ മുറിവുകളെ സുഖപ്പെടുത്തിയിരുന്നു, ഒരൗഷധം പോലെ. കാലം ഒരുപാട് മാറിയിട്ടും ഗ്രാമീണ മനസ്സുകൾ ആ പഴയ ഗാനങ്ങൾ തേടി പോകുന്നത് അതുകൊണ്ടാണ്. ഒരു വേനൽ മഴയ്ക്ക് ശേഷം ചെറുതായി വീശിയടിക്കുന്ന തണുത്ത കാറ്റുപോലെയാണ് പഴയ പാട്ടുകൾ. നമ്മൾ ഇത്രയും സമയം പഴയ റേഡിയോ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വർഷം പിന്നിലേക്ക് പോയി. അവയെല്ലാം നമ്മുടെ മുന്നിൽ ഒരു കിനാവു പോലെ തെളിഞ്ഞു. സ്വരങ്ങളുടെ നദിയിൽ തോണി തുഴഞ്ഞെത്തുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? റേഡിയോ ഗാനങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ ഹൃദയവും ശ്വാസവുമായിരുന്നു. ഇപ്പോഴത്തെ ഈ യുഗത്തിലും പഴയ പാട്ട് തേടി പോകാത്തവർ വളരെ കുറവായിരിക്കും, അല്ലേ? നിങ്ങൾ മെല്ലെ കണ്ണുകളൊന്നടച്ച് ആ കാലത്തിലേക്കൊന്ന് പോയി നോക്കിയേ. ആ പാട്ടുകൾ ഇന്നും ഒരു മഴയായി പെയ്യുന്നില്ലേ? പച്ചിലക്കാടുകളിൽ ഇറ്റിറ്റു വീഴുന്ന ജലഗണം പോലെ ഒരു കാലഘട്ടത്തിന്റെ കുളിരായി നമ്മളേത് പൊതിയുന്നില്ലേ? റേഡിയോ നാഴികമണി തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഗ്രാമവും മനുഷ്യനും മാറി. റേഡിയോ പുതിയ വേഷത്തിലും ശബ്ദത്തിലും നമുക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ചിരുന്ന് കേട്ട ആ ശബ്ദത്തിന്റെ ആ യുഗം കവിതയായി നിറയുന്നില്ലേ ഇപ്പോഴും? ഓർമ്മകൾ അങ്ങനെയാണ്. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച നമുക്ക് കേട്ടുമുട്ടാം. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.